നമ്മളുള്ളത് ദാൽ ലേക്കിലാണ്. ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാം ദാൽ ലേക്ക്. അതെ, കാശ്മീരിൽ വരുന്ന ഏതൊരു വിനോദസഞ്ചാരിയുടെയും മനസ്സിനെ ആകർഷിക്കുന്ന, ഏതൊരു ടൂറിസ്റ്റിൻ്റെയും മനം കവരുന്ന അത്ര മനോഹരമാണ് ദാൽ ലേക്ക്. ഈ കാണുന്നതാണ് ഷിക്കാരി ബോട്ടുകൾ. ഇതിൽ 3 മുതൽ 4 പേർക്ക് സഞ്ചരിക്കാവുന്നതാണ്. നമുക്ക് തനിച്ചും സഞ്ചരിക്കാം. 4 പേർ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരാൾക്ക് 200 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അത് 2 മണിക്കൂർ സവാരി നമുക്ക് നടത്താം. യാത്രക്കാർ ഈ ബോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 26 പേരാണുള്ളത്. ഒരു ബോട്ടിൽ 3 മുതൽ 4 പേരാണ് ഇരിക്കുക. ഇവർ നമ്മോട് 300 രൂപയാണ് ആദ്യം ആവശ്യപ്പെട്ടത്. വിലപേശി നമുക്ക് 200 രൂപയിൽ കിട്ടി. കയറി കയറി കയറി. കയറി കയറി കയറി. ഷിക്കാരി ബോട്ടിൽ യാത്ര ചെയ്യാനുള്ള ടൂറിസ്റ്റുകളുടെ തിരക്കാണ് ഈ കാണുന്നത്. ഒരു ബോട്ടിൽ 4 പേരെ വരെ ഇവർ കയറ്റും. 300 രൂപയൊക്കെ ചോദിക്കുമെങ്കിലും. അങ്ങനെ കാശ്മീരിലുള്ള ഏത് സഞ്ചാരിയുടെയും മനം കവരുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്, ദാൽ ലേക്ക്. അതിൽ ഷിക്കാരി ബോട്ടിലാണുള്ളത്. നമ്മൾ 3 പേരാണ് യാത്ര ചെയ്യുന്നത്. 4 പേർ ഇരിക്കുക എന്നതാണ് അലൗഡ് ആയിട്ടുള്ളത്. കൂടുതൽ പേർ ഇരിക്കാൻ പാടില്ല, അപകടം സംഭവിക്കും. വലിയ ആഴമുള്ളതാണ്. അങ്ങനെ നമ്മുടെ ബോട്ട് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 4 പേരുടെ സംഘം ഈ ഷിക്കാര ബോട്ടിൽ യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ ഷിക്കാർ ബോട്ട് യാത്ര ആരംഭിക്കുകയാണ്. നമ്മുടെ ബോട്ടിൽ 3 പേരാണുള്ളത്, ഞാനടക്കം. ഒരു 3 പേരെ കാണുന്നുണ്ട്. അവർ മലയാളികളാണെന്ന് തോന്നുന്നു. ഇനി നമ്മൾ ലേക്ക് തടാകത്തിലെ കച്ചവടക്കാരെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ഷോപ്പിംഗ് സെൻ്ററാണ്. അതായത് ഒഴുകി നടക്കുന്ന ഷിക്കാരി കച്ചവടക്കാർ. അതിൽ റെസ്റ്റോറൻ്റ് ഉണ്ട്, വസ്ത്രവിൽപ്പനക്കാരുണ്ട്, ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അവരുടെ ഉപജീവന മാർഗമാണ് ഇത്. വിൽപ്പനക്കാർ ടൂറിസ്റ്റുകളെ കൊണ്ട് യാത്ര ചെയ്യുന്നില്ല. അവർ സാധനങ്ങൾ വിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. യാത്രക്കാരെ കൊണ്ടുപോകുന്ന ഷിക്കാരികൾ 3 മുതൽ 4 പേരെ ഇതിൽ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നു. 2 മണിക്കൂർ നമുക്ക് ഇതിൽ ചുറ്റിക്കറങ്ങാൻ പറ്റും. അതിന് ഒരാളെ കയ്യിൽ നിന്ന് 200 രൂപ വാങ്ങുന്നു. അതും നമ്മൾ ബാർഗെയിൻ ചെയ്ത് എടുത്തതാണ്. 300 രൂപയാണ് അവരുടെ വില. അല്ല, നമുക്ക് തനിച്ചാണ് യാത്ര ചെയ്യേണ്ടതെങ്കിൽ ഈ 4 പേരുടെ പൈസ നമ്മൾ ഒരാൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തനിയെയും യാത്ര ചെയ്യാം. അതിമനോഹരമായ ഒരു കാഴ്ചയാണത്. മഴക്കാലം ആയാൽ ഇവിടെ ടൂറിസ്റ്റുകളുടെ എണ്ണം കുറയും. അങ്ങനെ ഏറ്റവും തണുപ്പുള്ള കാലത്ത് ഇത് ഐസായി മാറുമെന്നാണ് പറയുന്നത്. ഈ വെള്ളം, ഈ കാണുന്നതൊക്കെ കൊച്ചു കൊച്ചു കടകളാണ്. ഇതൊക്കെ ഇതിൻ്റെ ഓരത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. ഇതൊക്കെ അവരുടെ ഉപജീവന മാർഗമാണ്. വലിയ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് കാശ്മീർ ലേക്ക്. കാശ്മീരിൽ വരുന്ന എല്ലാ സഞ്ചാരികളും സന്ദർശിക്കുന്ന ഒരു ഇടമാണ് ലേക്ക്. പല സിനിമകൾക്കും ഈ പശ്ചാത്തലം അതിൻ്റെ ചിത്രീകരണത്തിന് കാരണമായിട്ടുണ്ട്. അത്രയേറെ വശ്യമാണ്, സുന്ദരമാണ് ഈ പ്രദേശം. ഓക്കെയാ? ഇത് ഇജാസ് ബായ്, ചായ വിൽപ്പനക്കാരൻ, വള്ളത്തിലെ റെസ്റ്റോറൻറ്റ്. ഇദ്ദേഹം വിൽക്കുന്ന ചായയുടെ വില 50 രൂപ മുതൽ 130 വരെ. അതിൽ ചേർക്കുന്ന ഫ്ലവറിൻ്റെ വിലക്കനുസരിച്ചാണ് വില കൂടുന്നത്. നല്ല സ്വാദിഷ്ടമായ ചായ. ഇജാസ് ബായിയുടെ ചായയാണിത്. നല്ല രുചികരമായ ചായയാണ്. ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടുകൊണ്ടാണ് ചായ ഉണ്ടാക്കിയിരിക്കുന്നത്. 50 രൂപയാണ് ഗ്ലാസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഗാവ എന്ന് പറയും. അത്തരത്തിലുള്ള വെറൈറ്റിയുള്ള പലവിധം ചായകളുണ്ട്. അതിൽ 100 രൂപ മുതൽ 150 രൂപ വരെ. ഇവർ പറയുന്നത് ഇതിൽ സർക്കാരിന് അവർ പൈസയൊന്നും കൊടുക്കില്ല. ഇതിലുള്ള വരുമാനമൊക്കെയും അതാത് ബോട്ടുകാരുടേതാണ്. വർഷത്തിൽ 100-150 രൂപ വെച്ച് ഇതിൻ്റെ ലൈസൻസ് പുതുക്കണമെന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇവർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗമുണ്ടാക്കി കൊടുക്കുകയാണ്. ആർട്ടിക്കിൾ 370 കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം ഞങ്ങൾ ഇവിടെ ആദ്യമായി എത്തുകയാണ്. എല്ലാ കുശലാന്വേഷണത്തിൻ്റെ ഇടയിലും ഈ 370 കുറിച്ച് ഞാൻ ചോദിച്ചു. പക്ഷേ കാര്യമായി ആരും ഉത്തരം പറയും. ഈ കാണുന്നത് ലോഡ്ജുകളാണ്. ലേക്കിൻ്റെ തീരത്ത് പണി കഴിപ്പിച്ച, അല്ലെങ്കിൽ പാതി ഭാഗം ലേക്കിൽ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അല്പം വില കൂടുതലാണെങ്കിലും നമുക്ക് ലേക്കിലെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഇവിടെ വേണമെങ്കിൽ താമസിക്കാം. എവിടെ തിരിഞ്ഞാലും ടൂറിസ്റ്റ് പ്ലേസ്, എവിടെ തിരിഞ്ഞാലും
ടൂറിസ്റ്റുമായി ബന്ധപ്പെട്ട തൊഴിൽ, അതിൻ്റെ വരുമാനം ഒക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ കാശ്മീർ രക്ഷപ്പെടണമെങ്കിൽ ഇവർക്ക് ടൂറിസം തന്നെയാണ് ശരണം. പിന്നെയുള്ളത് ഇവരുടെ കൃഷിയാണ്. ഇവർക്ക് വേണ്ടത് ഭൗതിക സൗകര്യങ്ങൾ കൂടുക, റോഡ് പാലങ്ങൾ കൂടുക. ഈ കാണുന്ന വള്ളക്കാരൻ, ശിക്കാരിക്കാരൻ ഓരോ കാര്യങ്ങൾ എന്നോട് വിശദീകരിച്ചു. ഞാൻ സൂത്രത്തിൽ 370 ഒന്ന് കയറി പിടിച്ചു. പെട്ടെന്ന് അദ്ദേഹം വിഷയം മാറ്റി. എൻ്റെ തൊഴിലിനെപ്പറ്റി മാത്രം ചോദിക്കുക, വലിയ വലിയ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഭയമാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അവർക്കറിയില്ല. പാവങ്ങൾ, ഇവരെ വിട്ട് പോരാൻ നമുക്ക് തോന്നുന്നില്ല. അത്രയേറെ നിഷ്കളങ്കരായ കുറേ മനുഷ്യരുടെ ഒരു ലോകം. ഈ ലോകം നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഓരോ ഇന്ത്യക്കാരനും നഷ്ടം തന്നെയാണ്. അത്ര മനോഹരമാണ് കാശ്മീരിലെ ഓരോ കാഴ്ചയും. ബഷീർ ഭായിയോട് ഈ ലേക്കിൻ്റെ ആഴത്തെക്കുറിച്ച് ചോദിച്ചു. ചിലയിടങ്ങളിൽ 15 മീറ്റർ, മറ്റു ചിലയിടത്ത് 20 മീറ്റർ ആഴമുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ യഥാർത്ഥ തണുപ്പ് കാലം ഡിസംബർ, ജനുവരി ആ സമയങ്ങളിൽ ഇത് മുഴുവൻ ഐസാവും എന്നാണ് പറയുന്നത്. ആ സമയത്ത് വള്ളങ്ങൾ, ഷിക്കാർ സഞ്ചരിക്കാൻ പറ്റുകയില്ല. നമുക്ക് നടന്നു പോകാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ കുറച്ച് ദിവസങ്ങൾ കഠിനമായ തണുപ്പുള്ള ആ സമയത്ത് സഞ്ചാരികൾ ലേക്ക് തടാകത്തിൽ സഞ്ചരിക്കാൻ തീരത്ത് വന്ന് ഇത് കാണുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു സഞ്ചാരി മലയാളിയാണ്. അവരുടെ ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. പരമ്പരാഗതമായ ഡ്രസ്സിൽ, കാശ്മീരി ഡ്രസ്സിൽ ഒരു പെൺകുട്ടി ഫോട്ടോ എടുക്കുകയാണ്. ആ ഫോട്ടോക്കാണ് 250 രൂപ ചാർജ് ചെയ്യുന്നത്. ഒരു 3 പേരെ കാണുന്നുണ്ട്. അവർ മലയാളികളാണെന്ന് തോന്നുന്നു. മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. അതിൻ്റെ സെൻറ്ററിലുള്ള ഒരു വിശ്രമ റൂമാണിത്. ഇത് മുഴുവനായിട്ടും തടിയിലാണ് തീർത്തിരിക്കുന്നത്. അതിനൊരു പച്ച കളറും ഹരിത കളറും കൂടി കൊടുത്തിരിക്കുന്നു. ഹരിത കളറാണ് ഇവരുടെ ഒരു യൂണിഫോം എന്ന് തോന്നുന്നു. സഞ്ചാരികൾ അവിടെ വിശ്രമിക്കുന്നത് കാണാം. ഇത് ഈ ലേക്ക് തടാകത്തിൻ്റെ നടുവിൽ ഒരു തുരുത്താണ്. നിറയെ പൂക്കളാണ്. മരങ്ങൾ കൊണ്ടുള്ള കൊച്ചു കെട്ടിടങ്ങളും ഉണ്ട്. ഒരു മനോഹരമായ പാർക്ക്. പൂക്കളുടെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെ. ലോകത്ത് നാം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വൈവിധ്യപൂർണമായ ചെടികളും ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ ദർശിക്കാൻ കാണാം. ദൃശ്യങ്ങളിൽ കാണാം. മനോഹരം തന്നെ. ഓരോന്നും കൊത്തിവെച്ച പോലെ ഇത്ര മനോഹരമായ ഒരു അനുഭവം യാത്രയിൽ. 30 or 40. അങ്ങനെ 2 മണിക്കൂർ നീണ്ടുനിന്ന നമ്മുടെ ശിക്കാരി യാത്ര കരയിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് സഞ്ചാരികളുമായി. ഓരോ വള്ളത്തിൽ നിന്നും സഞ്ചാരികൾ കരയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു അനുഭവം തന്നെയാണ് ഈ ലേക്ക് തടാകത്തിലുള്ള ശിക്കാരി യാത്ര. കൂടെയുള്ളത് ഷിക്കാറിൻ്റെ ബോട്ടിൻ്റെ ഉടമ ബഷീർ ഭായിയാണ്. അങ്ങനെ നമ്മൾ 3 പേർ യാത്ര ചെയ്തതിന് 600 രൂപയാണ് ചാർജ്. അങ്ങനെ ആകാശ് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഓക്കെ ബൈ. താങ്ക് യു. ഡാൽ ലേക്കിനെ കുറിച്ചുള്ള നമ്മുടെ ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.